ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം, ഒരു ഡ്രോപ്പ് ആണെങ്കിൽ അത്രയല്ല, സിംഗിൾ മോൾട്ടൊക്കെ ആണെങ്കിൽ ചേർക്കാതിരുന്നാൽ നല്ലത്, അല്ലെങ്കിൽ ഐസ് മാത്രം ഇടുക. ജസ്റ്റ് നാവിലേക്ക് എടുത്ത് നമ്മളിങ്ങനെ കുഞ്ഞമ്മയുടെ മുലപ്പാൽ നുണയുന്ന പോലെ ശരിക്കും ആ ടൈമാണ് അതിങ്ങനെ നമ്മൾ ഇങ്ങനെ നുണഞ്ഞ് ഇറക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഓരോ നോട്ട്സ് നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ടേസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ മൗത്തിൽ ചുറ്റും കറക്കി അങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നാണ് ഇത് സായിപ്പ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജവാനിൽ തുടങ്ങിയ ആളുകൾക്ക് അത്രയും ഇതില്ല. സായിപ്പ് പറയുന്നത് അങ്ങനെയാണ്, പക്ഷെ നമ്മളെങ്ങനെയാണ് ഗ്ലഞ്ചനെ എടുക്കുന്നു, ഗ്ലഞ്ചനെ അടിക്കുന്നു. മറ്റേ നമ്മൾ ഇത് വളരെ സമയമെടുത്ത് എൻജോയ് ചെയ്ത് കഴിക്കേണ്ട ഒരു സാധനമാണ്. നമ്മളുടെ ഇത് ഒരുപാട് അല്പം മദ്യം ആരോഗ്യത്തെ ഉണർത്തും, ബോധത്തെ ഉണർത്തും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആയുർവേദത്തിലെ ചരക സംഹിതയുണ്ട്, അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25-ാം അധ്യായത്തിൽ മദ്യത്തെക്കുറിച്ചിട്ട് ഒരു 8 പേജുണ്ട്. ആ പേജിൽ മദ്യം എങ്ങനെ കഴിക്കണം, അതായത് അന്ന് സോമരസം അതാണ് മദ്യം. അല്ല, മദ്യം തന്നെ അമൃതം തന്നെ, മദ്യത്തെ അമൃതമായിട്ടാണ് അതിൽ. ഇത് ഏത് അധ്യായം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ചരക സംഹിത. അപ്പോൾ ആ ചരക സംഹിതയിൽ 24-ഓ 25-ാമത്തെ അധ്യായമാണ്, എൻ്റെ ഓർമ്മ ശരി 25-ാണ് അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി മദ്യം എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, ആരുടെ കൂടെ കഴിക്കണം, ഏതിൻ്റെ കൂടെ കഴിക്കണം, എങ്ങനെയൊക്കെ കഴിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. മനസ്സിലായില്ലേ? കൃത്യമായ ഇപ്പം പലരും പറയാറുണ്ട് പകലരുത് പലരരുത് എന്നൊക്കെ പറയാറുണ്ട്. പകല് ശരിക്കും പറഞ്ഞാൽ രാവിലെ നീണ്ടിട്ട് വെറും വയറ്റിലൊന്നും അടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മളെ ഇൻഡസ്റ്റൈൻ സിസ്റ്റത്തെയും ലിവറിനെയൊക്കെ ഫുൾ ഡാമേജ് ആക്കി കളയും. ഇപ്പോൾ രാവിലെയൊക്കെ ഒരെണ്ണം ചെറുത് അടിക്കുന്നവരുണ്ടെങ്കിൽ ദയവീത് അടിച്ചളയരുത്, നമ്മുടെ ലിവറിനെയൊക്കെ അടിക്കണമെങ്കിൽ അടിച്ചോ, കുറച്ച് ചീസോ കുറച്ച് നല്ല ഫുഡോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് രാവിലെ അടിച്ചാൽ കുഴപ്പമില്ല. വെറും വയറ്റിൽ ഒരിക്കലും ആരും മദ്യപിക്കരുത്. എഫക്റ്റ് നല്ല കിട്ടും, പെട്ടെന്ന് തലയ്ക്ക് കിട്ടും, ബ്ലഡിലേക്ക് പെട്ടെന്ന് സ്പൈക്ക് ചെയ്യും. സ്പ്രെഡിന് വരെ സ്പൈക്കാണ് ചെയ്യുന്നത്. നേരെ കുടലിൽ ചെന്നിട്ട് കുടലിലെ എപ്പിത്തീലിയൊക്കെ കരിഞ്ഞു പോകും. കുടലിലെ എപ്പിത്തീലിയം കരിഞ്ഞു പോയി പിന്നെ അൾസർ വരും. നമ്മളിതിനെക്കുറിച്ച് മെഡിക്കലി എല്ലാം അറിയാതെ ചെയ്ത് ഞാൻ ഈ ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സാധനം ഈ മദ്യത്തെക്കുറിച്ചാണ്. കാരണം പുതിയ പുതിയ ഫ്ലേവറുകൾ ഏത് വിപണിയിൽ ഏത് പുതിയ മദ്യം ഉണ്ടായാലും ഞാൻ വാങ്ങിക്കും, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ എനിക്കത് ലഭിക്കും, പല ബ്രാൻഡുകളും അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ബെല്ലി ആദ്യമായിട്ട് ബോട്ടിൽ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ എനിക്ക് കിട്ടി. ബെല്ലി കമ്പനി ഇറങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇതുവരെ അക്ലൈംഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊന്നും പോകാതെ ബെല്ലി ഇവിടുത്തെ നമ്മുടെ UAE ഒരു വലിയ ഡീലറിനാണ് ഫസ്റ്റ് ബോട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ ആ ഡീലർ എന്നെ വിളിച്ചിട്ട്, പുള്ളി കഴിക്കാത്ത ആളാണ്, പുള്ളി പറഞ്ഞാൽ ഇത് നിങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഇടാൻ പറഞ്ഞു.